കൊല്ലം കൊട്ടാരക്കരയിലെ ഡോക്ടർ വന്ദനാദാസ് കൊലപാതക കേസിൽ സാക്ഷി വിസ്താരം തുടരുന്നു. ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ പ്രതി സന്ദീപ് ഡോക്ടർ വന്ദനാദാസിന്റെ ഉൾപ്പെടെ ദൃശ്യങ്ങൾ സ്വന്തം ഫോണിൽ പകർത്തിയതായി സാക്ഷിമൊഴി. സന്ദീപ് പകർത്തിയ ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. എം മനോജ് ചേരുന്നു. മനോജ്, പറയൂ വിവരങ്ങൾ. രോഹിണി, കഴിഞ്ഞ അതായത് 2023 മെയ് 10-ാം തീയതിയാണ് ക്രൂരമായി ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെടുന്നത്. ഈ പ്രതി സന്ദീപിനെ പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ ഈ കാലിലെ മുറിവ് പരിശോധിക്കുന്നതിനിടയ്ക്ക് പ്രതി തൻ്റെ സ്വന്തം ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ ഡോക്ടർ വന്ദനാദാസും അതോടൊപ്പം തന്നെ സഹപ്രവർത്തകനായിട്ടുള്ള ഡോക്ടർ ഷിബിൻ, ഈ ജീവനക്കാരായിട്ടുള്ള ജയന്തി എന്നിവരെ കാണാൻ സാധിക്കും. ഈ മുറിവ് പരിശോധിക്കുന്നതിനിടയ്ക്ക് ഈ പ്രതി സന്ദീപ് സ്വന്തം ഫോണിൽ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നു. അതിനു പിന്നാലെയാണ് ഈ വന്ദനയെ ക്രൂരമായി കുത്തി കൊലപ്പെടുത്തുന്നത്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം മർദ്ദിക്കുന്നു, അതോടൊപ്പം ആക്രമിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുടെ തലയിൽ വരെ കുത്തുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഈ ആശുപത്രിയിൽ നടത്തിയിട്ടുള്ള പല ദൃശ്യങ്ങളും കോടതി പരിശോധിച്ചു വരികയാണ്. ഈ സാക്ഷി വിസ്താരം തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് കോടതി ഈ ദൃശ്യങ്ങൾ കൂടെ സാക്ഷികളെ കാണിച്ചുകൊണ്ട് അത് തിരിച്ചറിയുന്ന ഒരു സാഹചര്യമുള്ളത്. എന്തായാലും നിലവിലിപ്പോൾ സാക്ഷി വിസ്താരം തുടരുമ്പോൾ ഈ പോലീസ് ഡ്രൈവറെയും അതോടൊപ്പം തന്നെ ഈ സഹപാഠിയായിരുന്ന ഡോക്ടർ മുബീന, അതോടൊപ്പം ജീവനക്കാരിയായിരുന്ന ജയന്തി എന്നിവരെ കോടതി വിസ്തരിച്ചിരുന്നു. ഇതിൽ ജീവനക്കാരിയാണ് ഈ കാര്യം കൃത്യമായും തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതായത് പ്രതി തങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു എന്നുള്ള കാര്യം കോടതിയിൽ ഈ സാക്ഷി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കോടതിയിൽ പ്രദർശിപ്പിച്ചു. അത് തിരിച്ചറിഞ്ഞതിന് പിന്നാലെ തന്നെ ഈ വന്ദനാദാസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് പോലീസ് ജീപ്പിലാണ് എന്നുള്ള കാര്യവും ഈ പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ ഈ ഡ്രൈവറായിട്ടുള്ള ആളും സാക്ഷിയും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ കോടതി ഈ മൊഴിയെല്ലാം രേഖപ്പെടുത്തി വരികയാണ്. അതോടൊപ്പം തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ തിങ്കളാഴ്ചയാണ് മറ്റു സാക്ഷികളുടെ അടക്കം വിസ്താരം നടക്കുക. ആദ്യ സാക്ഷികളുടെയൊക്കെ തന്നെ ഏകദേശം വിസ്താരം പൂർത്തിയായിട്ടുണ്ട്. ഇനി തുടർന്നും ഈ സാക്ഷി വിസ്താരം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ദൃശ്യങ്ങളൊക്കെ തന്നെ നിർണായകമായിട്ടുള്ളതാണ്. കാരണം പ്രതി തന്നെ തൻ്റെ സ്വന്തം ഫോണിൽ പകർത്തിയിട്ടുള്ള ദൃശ്യങ്ങളാണിത്. അതിൽ തന്നെ നമുക്ക് ഡോക്ടർ വന്ദനാദാസിനെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ ഷിബിനെയും ജീവനക്കാരിയായിരുന്ന ജയന്തിയെയും അടക്കം കാണാൻ സാധിക്കും. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ആശുപത്രി ജീവനക്കാരെയും അതോടൊപ്പം തന്നെ ഇതുമായി ഈ ബന്ധപ്പെട്ടിട്ടുള്ള ഡ്രൈവർമാരെ അടക്കം സാക്ഷികളായി വിസ്തരിച്ച് വരികയാണ്. എന്തായാലും ഈ കേസിൽ മറ്റ് നടപടിക്രമങ്ങളുമായി കോടതി മുന്നോട്ട് പോവുകയാണ്.